ഈ ഉച്ചനേരത്ത് കടും ചൂടത്ത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീകണ്ഠൻ SKV എന്ന മാധ്യമ ലോകത്ത് അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ R. ശ്രീകണ്ഠൻ നായർ വീണ്ടും നവോദയം ഗ്രന്ഥശാലയുടെ അങ്കണത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ശ്രീകണ്ഠൻ ഇവിടെ എത്തുന്നത് ഒരു വലിയ ദൗത്യവുമായിട്ടാണ്. ആ ദൗത്യം നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. കേരളം ഇന്നൊരു മഹാപിശാചിന്റെ പിടിയിലാണ്. ലഹരി എന്ന് പറയുമ്പോൾ പുകവലി എന്ന നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമകളായി ഒരു പറ്റം ചെറുപ്പക്കാരും സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളും മാറിക്കൊണ്ടിരിക്കുന്ന ആസുരമായ ഒരു കാലഘട്ടമാണ്. മദ്യവും മയക്കുമരുന്നും കീഴ്പ്പെടുത്തിയെന്ന് മാത്രമല്ല, അവരിൽ ചിലരെല്ലാം നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്ത ക്രൂരതയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ആവൽക്കരമായ ഒരു സങ്കടകരമായ കാഴ്ചയാണ്. ഇതിനെതിരെ സമൂഹ മനസ്സാക്ഷിയെ ഒന്നാകെ ഉണർത്താൻ പ്രതിബദ്ധതയുള്ള എല്ലാ മനുഷ്യ സ്നേഹികളും ഒരുമിച്ചിറങ്ങേണ്ട ഒരു കാലഘട്ടമാണ്. കേരള നിയമസഭയിൽ ഇത് സംബന്ധിച്ച് നടന്ന ചൂടായ ചർച്ചയിൽ നമ്മുടെ ബഹുമാനീയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. യുവജന മനസ്സ് അസ്വസ്ഥമാണ്. അതിലൊരു കൂട്ടം മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായിക്കൊണ്ടിരിക്കുന്നു. ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുക എന്നുള്ള ഒരു മഹാദൗത്യം ഓരോ പൗരനും സ്വന്തം ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് ഒരുമിച്ചിറങ്ങേണ്ട ഒരു സന്ദർഭമാണ്. ഈ ഒരു മഹാലക്ഷ്യം മുൻനിർത്തി കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി അപൂർവ സുന്ദരമായ കാര്യമാത്ര പ്രസക്തമായ ഒരു അഭിമുഖത്തോടുകൂടി നമ്മുടെ മാധ്യമ ലോകത്ത് 4 പതിറ്റാണ്ട് നിറസാന്നിധ്യമായി മാറിയിരിക്കുന്ന അടുപ്പമുള്ളവർ SKV എന്ന് വിളിക്കുന്ന ശ്രീകണ്ഠൻ നായരുടെ 24-ഉം ശ്രീകണ്ഠൻ നായരും ഈ 4 പതിറ്റാണ്ട് കാലത്തെ മാധ്യമപ്രവർത്തന അനുഭവവുമായി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ഒരു യാത്ര നടത്തിയാണ്. ആ യാത്രയിൽ അദ്ദേഹം മറക്കാതെ പറഞ്ഞ ഒരിടമാണ് കൊല്ലം ജില്ലയിൽ നവോദയം ഗ്രന്ഥശാലയിൽ എത്തണമെന്നുള്ളത്. ഒരുപക്ഷെ മഹാകവി വള്ളത്തോള് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമാണ് ഓർക്കുന്നത്. അല്ലയോ ഭവാന്മാരെ, നിങ്ങൾ ഗുരുവിൻ നികടത്തിലേക്ക് എത്തുക. ഗുരുവിൻ നികടത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠന്റെയും എന്റെയും എല്ലാം പ്രിയ ഗുരുവും വഴികാട്ടിയും വഴിവിളക്കുമായിരുന്ന KP അപ്പൻ സാറിന്റെ സാന്നിധ്യം കൊണ്ട് സജീവമായ ഒരു ചെറിയ ഗ്രന്ഥശാലയാണ് നവോദയം ഗ്രന്ഥശാല. 13 വർഷം അദ്ദേഹം ഇവിടെ വിദ്യാരംഭം കുറിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സ്നേഹവാത്സല്യങ്ങളും അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു സാംസ്കാരിക സ്ഥാപനം എന്നുള്ളതിൽ നിശ്ചയമായും ഈ ഉത്തരവാദിത്വപൂർണമായ ഏറ്റവും ഉജ്ജ്വലമായ ഈ സമൂഹ ശുശ്രൂഷയ്ക്കിറങ്ങിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകന്റെ ഈ സത്പ്രവൃത്തിയെ നമുക്ക് ഹൃദയം നമിച്ച് സ്വീകരിക്കാം. അദ്ദേഹം ആദ്യം നമ്മുടെ ഈ കൽവിളക്കിൽ ഒരു തിരി കൊളുത്തിയതിനു ശേഷം കൃത്യമായ നമ്മുടെ ഈ ചെറിയ സ്വീകരണം ഏറ്റുവാങ്ങി നിങ്ങളോട് സംസാരിക്കും. ചില ഉപകാര സമർപ്പണമുണ്ട്. ആ ഉപകാര സമർപ്പണത്തിൽ ഒന്നാമത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നമ്മുടെ തൃക്കടൂർ മേഖലയുടെ കൺവീനറായ ശ്രീ ഗോപാലകൃഷ്ണൻ പുസ്തകോപകാരം നൽകി സ്വീകരിക്കും. അതിനുശേഷം ഗ്രന്ഥശാലയുടെ ഉപകാരം നമ്മുടെ പ്രസിഡന്റ് ശ്രീ KS ബൈജു അപ്പൻ സാറിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സമ്പൂർണ്ണ കൃതികളുടെ ഒരു പതിപ്പ് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നൽകും. തുടർന്ന് കേരളത്തിലെ കച്ചിപ്പട കലാകാരന്മാരിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥശാലാംഗവും നമ്മുടെ പ്രിയങ്കരനുമായ ശ്രീ സുലൈമാൻ പ്രത്യേകമായി തയ്യാറാക്കിയ അഷ്ടമടിക്കായലിന്റെ പ്രകൃതി ദൃശ്യം വൈക്കോൽത്തുരുമ്പിൽ വരച്ചിട്ട ഒരു ചിത്രം അദ്ദേഹത്തിന് സമ്മാനിക്കും. ശ്രീ പ്രസന്നൻ അഞ്ചാലുമൂട് ബ്ലോക്ക് അതിർത്തിയിലെ സമഗ്ര ജൈവ കർഷകനുള്ള ബഹുമതി നേടിയ ശ്രീ പ്രസന്നൻ ഗ്രന്ഥശാലാംഗമാണ്. അദ്ദേഹം ഏറ്റവും വിശിഷ്ടമായ ഒരു വരിക്കപ്ലാവിന്റെ തൈ അദ്ദേഹത്തിന് സമർപ്പിക്കും. ഇങ്ങനെ ഈ നാട്ടിൻപുറത്തിന്റെ നന്മകൾ തുടിക്കുന്ന ഹൃദ്യമായ ഒരു സ്വീകരണ പരിപാടി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യമായി ഈ കൽവിളക്കിൽ തിരിതെളിക്കുന്നതിന് വേണ്ടി
ശ്രീകണ്ഠനെ സ്നേഹാപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. നന്മയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ നിശ്ചയം ധർമ്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഗ്രന്ഥശാല സെക്രട്ടറി എസ് നാസർ. സ്വാഗതം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതിധന്യമായ ഒരു ചടങ്ങാണിത്. കാരണം 1974 മുതൽ ഞങ്ങൾ പരിചയപ്പെട്ട നിമിഷം മുതൽ എൻ്റെ പേരിനോടൊപ്പം ചേർത്ത് ഈ പ്രദേശവും ഈ പ്രദേശത്തോടൊപ്പം ചേർത്ത് നവോദയ ഗ്രന്ഥശാലയും ഇന്നും സ്മരിക്കുന്ന ഏറ്റവും ആത്മാർത്ഥത നിറഞ്ഞ ഒരു സ്നേഹിതന്റെ സാന്നിധ്യം എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗത്ത് 4 പതിറ്റാണ്ട് കാലമായി സ്വയം സമർപ്പണം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും സ്വയം നിർമ്മിതമായ ഒരു മാധ്യമ സിംഹാസനം തീർത്ത അജയ്യനായ മാധ്യമ പ്രവർത്തകനാണ് ശ്രീകണ്ഠൻ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നവോദയത്തിന് വളരെ അനുഗ്രഹമാണ്, അഭിമാനമാണ്. ശ്രീകണ്ഠനെയും സഹധർമ്മിണി ശ്രീമതി ഉഷയെയും സഹപ്രവർത്തകരെയും വളരെ സ്നേഹ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രശസ്തമായ മാധ്യമ പ്രവർത്തന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ശ്രീകണ്ഠൻ നായർ സാറിന്റെ പത്രപ്രവർത്തന രംഗത്തുള്ള 40ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും വളരെയേറെ ദോഷകരമായി ഭവിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം നമ്മുടെ ഗ്രന്ഥശാലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ ഈ നാട്ടുകാരുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന അദ്ദേഹത്തിന് നമ്മൾ ഇനിയും ഒരു ദീർഘായുസായിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തന രംഗത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വിഷജന്തുക്കളെ തുരത്തിക്കളയുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനം നടത്തുന്നതിനുമുള്ള സഹായം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിനും കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിനും വേണ്ടി തൃക്കടൂർ ലൈബ്രറി കൗൺസിൽ മേഖലാ സമിതി കൺവീനറായ മികച്ച അധ്യാപകനുമായ ശ്രീ ഗോപാലകൃഷ്ണൻ ശ്രീകണ്ഠന് ഉപകാരം സമർപ്പിക്കുന്നു. ഗ്രന്ഥശാലയുടെ സ്നേഹോപകാരം ശ്രീകണ്ഠന്റെ ആദരപൂർണമായ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ KP അപ്പൻ സാറിന്റെ ഈയിടെ DC ബുക്സ് പ്രസിദ്ധീകരിച്ച സമ്പൂർണ്ണ കൃതികളുടെ 3 വാല്യം ഗ്രന്ഥശാല പ്രസിഡന്റ് ശ്രീ KS ബൈജു സമ്മാനിക്കുന്നു. അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് നീരാവിൽ. ഈ നീരാവിൽ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയധികം ഗ്രന്ഥശാലകളും ഇത്രയധികം കലാസമിതികളും നിരന്തരം പ്രവർത്തിച്ചു വരുന്ന ഒരു ഗ്രാമം കേരളത്തിൽ മറ്റൊന്നുണ്ടാകുമെന്ന് തോന്നുന്നില്ല. 8ഓളം ഗ്രന്ഥശാലകളും 22ഓളം കലാസമിതികളും സജീവമായ ഈ ഗ്രാമത്തിന്റെ, അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള ഈ ഗ്രാമത്തിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത കായലും വള്ളങ്ങളും ആ കായലോരങ്ങളുടെ തൊണ്ടുതല്ലും ചകിരിവിരിയും പാട്ടുകളുടെ സംഗീതവും ഒക്കെയാണ്. ആ പ്രകൃതി ദൃശ്യങ്ങൾ വൈക്കോൽ തുരുമ്പിൽ മികച്ച ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കല തൃക്കടൂരിന്റെ മാത്രം പെരുമയാണ്. അതിലേറ്റവും ശ്രദ്ധേയനായ ഒരു കലാകാരനാണ് നമ്മുടെ ഗ്രന്ഥശാല അംഗമായ
ശ്രീ സുലൈമാൻ. ശ്രീ സുലൈമാന് തന്നെ കേരള സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പിന്റെ ഏറ്റവും വലിയ ബഹുമതികൾ തന്നെ ഈ അടുത്ത സമയത്ത് ലഭിച്ചു. അദ്ദേഹം പെട്ടെന്ന് ശ്രീകണ്ഠൻ സാറ് വരുന്നത് അനുസരിച്ച് അദ്ദേഹം നിർമ്മിച്ച ഒരു കലാശില്പം ശ്രീകണ്ഠന് സമ്മാനിക്കുകയാണ്. പ്രവാസ ജീവിതം കഴിഞ്ഞ് നമ്മുടെ ഗ്രന്ഥശാലയുടെ സജീവം അംഗമായിരുന്ന, ഇപ്പോഴും അംഗവുമായ, പ്രവാസ ജീവിതം കഴിഞ്ഞ് ജൈവ കൃഷി വളരെ വിജയകരമായ ദിവസങ്ങൾ പിന്നിടുന്ന ശ്രീ പ്രസന്നൻ അദ്ദേഹത്തിന് ഒരു വരിക്കച്ചക്കയുടെ തൈ സമ്മാനമായി നൽകുന്നു. രണ്ട് ചെറിയ വാക്കുകൾ ഈ ചടങ്ങിനെ കുറിച്ച് ശ്രീ ഗോപാലകൃഷ്ണൻ സംസാരിച്ചതിന് ശേഷം നമ്മുടെ മുഖ്യാതിഥി ശ്രീ ശ്രീകണ്ഠൻ നായർ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. ബഹുമാന്യരെ, കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന്റെ ഏതാണ്ട് ഒന്നാമത്തെ വാക്കാണ് ശ്രീ ശ്രീകണ്ഠൻ നായർ സാറ് മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം അധ്യാപകനായിരുന്നു. തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് സിദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമ വഴിയിലെല്ലാം രാവിലെ ഉണ്ടെന്നത് കേരളം ഉണ്ടെന്ന് അദ്ദേഹത്തോടൊപ്പം, അതായത് ഞങ്ങളും എന്റെ കുടുംബം ഭാര്യയൊപ്പം രാവിലെ അദ്ദേഹത്തോടൊപ്പം ഉണരുകയും അദ്ദേഹത്തോടൊപ്പം ഉറങ്ങുകയാണ് ചെയ്തത്. എന്റെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മലയാളികളുടെയും ജീവിതചര്യയിൽ കയ്യൊപ്പിട്ട വലിയൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ വലിയ ഏറ്റവുമായിട്ട് എത്തിയിരിക്കുന്നു. ഈ വാക്കുകളൊക്കെ പറഞ്ഞു പോകുമ്പോൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നൊരു മനുഷ്യൻ പുറത്തു നേരം നമ്മൾ വേഗത്തിൽ പര്യാപ്തം. ഈ കേരളം മുഴുവൻ ഇങ്ങനെ ഈ സമയത്തിനുള്ളിൽ ഓടിയെത്തുക. ഞാനും ഒരു അധ്യാപകനാണ്. നമുക്കൊക്കെ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ സഞ്ചാരത്തെ ഒന്നടങ്കം കേരള ജനത മനസ്സിലെടുക്കുകയാണ്. ഈ യജ്ഞത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി. ഞാനൊക്കെ കോളേജിൽ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് അദ്ദേഹം റേഡിയോയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ. ഇന്ന് കാണാനും കേൾക്കാനും നമുക്ക് മുന്നോട്ട് പോകാനും ഈ സമൂഹത്തെ നയിക്കാൻ ഏതാണ്ട് കേരളത്തിന്റെ സാംസ്കാരിക നായകരുടെ തന്നെ ഒരു തലത്തിലേക്ക് അദ്ദേഹം എത്തുകയും, എന്നാൽ അതിനു മുമ്പ് തന്നെ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പാഠങ്ങൾ വലിയ യജ്ഞമാണ്. നമുക്കെല്ലാം മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിനോടൊപ്പം, അദ്ദേഹത്തിന്റെ ബന്ധത്തോടൊപ്പം, ഈ ബന്ധത്തിലുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ അതേ രീതിയിൽ തന്നെ ജയിക്കുന്ന ആളുകളാണ് നമുക്കറിയാം. അപ്പൊ ആ ബന്ധത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നമ്മൾ മെട്രോ പഞ്ചായത്തിലെ നവോദയ ഗ്രന്ഥശാലയിലെ മുഴുവൻ പ്രവർത്തകരും ഈ നാട്ടുകാരും ഒപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഈ പ്രവർത്തനത്തിൽ ഇപ്പൊ എടുത്തിരിക്കുന്ന എല്ലാത്തിനുള്ള ആശംസകളും ഗ്രന്ഥശാല സംഘത്തിന്റെ പേരിൽ അർപ്പിക്കുന്നു. വലിയ സന്തോഷം, വലിയ നന്ദി. ഒരു 2 ദിവസത്തേക്ക് സംസാരിക്കും. നമ്മളെ മറ്റേ പിന്നെ ഇതിനാണെങ്കിൽ ശാസ്ത്രലോകത്ത് വളരെ പ്രിയപ്പെട്ട ആളാണ്. അനുജയാണെങ്കിൽ വളരെ മോഡലായ ഒരു വാർത്താവതാരകയാണ്. ഞാനൊക്കെ ചിലപ്പം വാർത്തകളിൽ വായനയിലൊക്കെ വലിയ പിഴവ് വരുത്തും. പക്ഷെ പിഴവില്ലാത്ത ഒരു വാർത്താവതാരകയാണ് അനുജ. അപ്പം ഞാനിവിടെ വരുമ്പോൾ എന്നെ ഏറ്റവും ആകർഷിക്കുന്ന തീർച്ചയായിട്ടും നാസറിന്റെ സാന്നിധ്യം തന്നെയാണ്. ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ എത്തുന്നത് ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് 1976 അന്ന് കണ്ട നാസറുമായിട്ട് ഇത്രയും കൊല്ലങ്ങൾ കടന്നുപോയിട്ടും ഒരിക്കൽ പോലും ഞങ്ങൾ പിണങ്ങിയിട്ടില്ല. മാത്രമല്ല, ഞാനും നാസറും കൊല്ലം എസ് എൻ കോളേജിന്റെ ലൈബ്രറിയുടെ പിന്നിലിരിക്കുന്ന ഒരു സംഘം ക്ലാസ്സിൽ കയറാത്ത കക്ഷികളുണ്ടായിരുന്നു. അപ്പോൾ
എന്ന് മാത്രമല്ല കൊല്ലം, ഞാനൊരു നാട്ടിൻപുറത്തു നിന്നാണ് കൊല്ലം സുങ്ങളായി വന്നത്. അപ്പം എനിക്കാകെ CL ജോസ്, കാനോ ഈജ് ഇങ്ങനെയൊക്കെ പറയുന്ന ചില ആൾക്കാരുടെ പേര് മാത്രമേ അറിയൂ. അപ്പം നോക്കുമ്പോൾ ഒരുത്തൻ ആൽബർട്ട് ക്യാമു, കാഫ്ക ഇതൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് സാഹിത്യം പറഞ്ഞു നടക്കുന്നു. അതായിരുന്നു ഈ നാസർ. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചു എന്നൊക്കെ അന്ന് എനിക്ക് സംശയം തോന്നുമായിരുന്നു. പിന്നീടാണ് നാസർ ഈ പുസ്തകത്തോട് വലിയ താല്പര്യമുള്ള ഒരാളാണ് എന്നെനിക്ക് മനസ്സിലായത്. പിന്നെ എൻ്റെ എപ്പോഴുമുള്ള ഒരു വിദ്യാലയ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവരോട് പിണങ്ങാൻ ഇഷ്ടപ്പെടില്ല. നാസർ മാത്രമല്ല, എനിക്കുള്ള സുഹൃത്തുക്കളുമായിട്ടൊന്നും ഞാൻ മുഖം കറുത്ത് സംസാരിക്കുകയില്ല. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും പുണ്യവുമാണ് ഒരാളിന്റെ ക്ലാസ്മേറ്റ് ആകുക എന്നുള്ളത്. അവിടെ നമുക്ക് മേൽവിലാസങ്ങളില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. അപ്പൊ അങ്ങനെ വന്ന ഒരാളാണ് നാസർ. അതുകൊണ്ട് തന്നെ നാസർ എന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ഇന്നും അന്നും ഇന്നും. പിന്നെ ഇനി അപ്പൻ സാറിന്റെ കാര്യം പറഞ്ഞാൽ, ഞാനിവിടെ കടന്നു വന്നപ്പോഴേ ഞാനും നാസറും ട്രിവാൻഡ്രത്തെ RCCയിലൊക്കെ അപ്പൻ സാറിന്റെ അവസാന നാളുകളിൽ ഉണ്ടായിരുന്നവരാണ്. കൂടുതൽ സമയം നാസറായിരുന്നു. അപ്പൊ അന്ന് അപ്പൻ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള മീൻകറി വെച്ചുകൊണ്ട് കൊടുത്തത് എൻ്റെ ഭാര്യയായിരുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹം ഇവിടോട്ട് എൻ്റർ ആയപ്പോൾ ഞാൻ അത് ഓർത്തുപോയി. സാറ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മീൻകറി കഴിച്ചിട്ട് ഇത്രയും ടേസ്റ്റിൽ ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും മീൻകറി കഴിച്ചിട്ടില്ല എന്ന് സാറ് പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ വെളിച്ചമായിരുന്നു അപ്പൻ സാറ്. സത്യം പറഞ്ഞാൽ അപ്പൻ സാറിന്റെ പാണ്ഡിത്യ ലോകത്തേക്കൊന്നും ഞങ്ങൾക്കൊന്നും എത്തി നോക്കാൻ പറ്റിയിട്ടില്ല. പോരാങ്കിൽ ഞങ്ങളൊക്കെ ബേസിക്കലി രാഷ്ട്രീയവംശ പൊളിറ്റിക്സ് ആണ് പഠിച്ചത്. അപ്പൻ സാറ് മലയാള പ്രൊഫസറായിരുന്നു. എന്നിരുന്നാലും അപ്പൻ സാറിന്റെ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചു നടക്കുന്നവരുടെ മുൻനിരയിൽ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതല്ല, ഈ അപ്പൻ സാറിനെ അറിയാവുന്ന ആളുകൾ അദ്ദേഹം ഒരു നിഷേധിയാണ്, മൂല്യങ്ങളോട് കലഹിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൻ സാറിനെ പുസ്തകങ്ങളിലൂടെ മാത്രം അറിയുന്നവർ. അതേസമയം അപ്പൻ സാറിനെ നേരിട്ട് അറിയാവുന്നവർ എന്നോട് തന്നെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ വാത്സല്യമുള്ള ഒരാളാണ് അപ്പൻ സാറ് എന്ന്. കാരണം ഒരു ചെറിയ കാര്യം, ഞാനത് 1-2 സ്ഥലത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഈ അങ്കണത്തിൽ നിന്ന് എനിക്കത് പറയാൻ തോന്നുന്നു. കൊല്ലം നായേഴ്സിലാണ് എൻ്റെ മകളെ എൻ്റെ ഭാര്യ പ്രസവിച്ചത്. ഒരു ദിവസം ഞാൻ ചുമ്മാ കടപ്പാക്കടയൊക്കെ ഒന്ന് ചുറ്റിക്കടക്കി തിരിഞ്ഞു ചെല്ലുമ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ സാറ് വന്നിട്ട് പോയി. അപ്പം പറഞ്ഞു, ഞാൻ ചിരിച്ചു, പ്രസവിച്ച് കിടക്കുന്ന നിന്നെ കാണാനാണോ അപ്പൻ സാർ? അന്ന് അപ്പൻ സാറ് ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്നൊരു കൃതി എഴുതി പുതിയ എഴുത്തുകാർക്കൊക്കെ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പം അതല്ല, നമ്മളെന്ത് കുടിക്കണമെന്നോ കഴിക്കണമെന്നോ നമ്മളെങ്ങോട്ട് നടക്കണമെന്നോ നമ്മൾ തന്നെ തീരുമാനിക്കണമെന്നൊക്കെ പറയുന്ന ഒരു ശുഭിതന്റെ എഴുത്തായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ സർഗ്ഗലോകം എന്ന് പറയുന്നത്. അപ്പം എല്ലാ അപ്പൻ സാറ്, അന്ന് മൊബൈലൊന്നുമില്ല, അപ്പൻ സാറ് തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ പടം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഭാര്യ ഓർപ്പിച്ചു പറഞ്ഞു. ഞാൻ പതുക്കെ, എനിക്ക് വിശ്വാസമായില്ല. ഇന്നലെ ഞാൻ താഴെ ഇറങ്ങി ഒരു പീടികയിൽ പോയിട്ട് സാറിന്റെ ലാൻഡ് ഫോണിലേക്ക് ഡയൽ ചെയ്തു. ഞാൻ ചോദിച്ചു, സാർ ഈ വഴി എങ്ങാനും വന്നായിരുന്നോ? ഞാനിപ്പോൾ കടപ്പാക്കടയിലുണ്ട്. അത് ഞാൻ ആശുപത്രി വന്നു, ശ്രീനെ അവിടെ കണ്ടില്ലല്ലോ, ശ്രീനെ അവിടെ പോയി. അപ്പോൾ സാറ് എത്രമാത്രം നമ്മളോട് അടുപ്പമുള്ളവരാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നീട് നമുക്ക് വളരെ വളരെ ആഴത്തിലുള്ളൊരു ബന്ധം വളർന്നു. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഷോക്കേൽപ്പിച്ച മരണങ്ങളൊരു 10 വരുമെങ്കിൽ അതിൽ ഒരു 3 പേരിൽ ഒരാൾ സാറാണ് എന്നുള്ളതാണ് കാര്യം. എപ്പോഴും നമുക്ക് ദിശ തെറ്റുമ്പോഴൊക്കെ സാറിന്റെ ഫോൺ വരും. അപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചപ്പോൾ അപ്പൻ സാറിന്റെ ഫോൺ വന്നു. എന്താ ഈ വിവരക്കിടക്ക് ഇങ്ങനെ കാണിക്കുന്നത്? ജീവിക്കാൻ ആവശ്യമായ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടോ എന്നാണ് സാർ ചോദിച്ചത്. ഒരു പിതൃതുല്യമായ കരുതൽ സാറിന് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ശരിക്കും ഞാനില്ല, നാസറാണ്. അത് അപ്പൻ സാറിനെ അടുത്തറിഞ്ഞിട്ടുള്ള നാസർ പറയുന്നതൊക്കെ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ നവോദയം ഗ്രന്ഥശാല സാറിനും പ്രിയപ്പെട്ടതായിരുന്നു. ഇത്രയും കൊല്ലം, അതുകൊണ്ട് 12 കൊല്ലം, അതിനാ സാർ 13 വർഷം അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു വേദിയിൽ പോലും പോകാൻ ഇഷ്ടപ്പെടാത്ത ആള്. ഞാനൊരിക്കല് അപ്പൻ സാറിനോടൊരു സംശയം ചോദിച്ചു. അപ്പൻ സാർ ഒരിക്കല് സുകുമാർ അഴീക്കോടിനെ ആക്രമിച്ചുകൊണ്ട് മാതൃമി വാരാന്തി പതിപ്പിലൊരു സംഭവം എഴുതി. സ്റ്റേജിൽ പൂരുകോഴിയെ പോലെ അലറുന്ന ഇയാൾ എന്നാണ് അദ്ദേഹം അന്ന് പ്രയോഗിച്ചത്. അപ്പം അന്ന് ഈ ലേഖനം എഴുതിയ ആ ദിവസം ഒരു ഞായറാഴ്ചയാണ് വാരാന്തി പതിപ്പിൽ അച്ചടിച്ചു വന്നത്. അന്ന് സുകുമാർ അഴീക്കോട് നേരെ അപ്പൻ സാറിന്റെ വീട്ടിൽ ചെന്നു. അത് അപ്പൻ സാറും പ്രതീക്ഷിച്ചില്ല. അപ്പൻ സാറ് അഴീക്കോടിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചപ്പോഴാണ് ഇവർ തമ്മിൽ ഇത് മാത്രം സംസാരിച്ചില്ല. അപ്പൊ ഞാൻ പിന്നീട് ചോദിച്ചു, ഈ പ്രസംഗം ഒരു കലയല്ലേ സാർ?
അത് ഇത്രയും വാക്തോരണി അഴീക്കോട് ഒരു ഹിമാലയമാണല്ലോ. അദ്ദേഹത്തിന്റെ ഇങ്ങനെ കയറിപ്പോവും, ഇറങ്ങി വരും. പ്രസംഗത്തിന് നമുക്കൊന്നും അനുകരിക്കാൻ പറ്റാത്തൊരു പ്രസംഗ ശൈലിയാണ് അദ്ദേഹത്തിന്. അപ്പം അങ്ങനെ ഒരാളിന്റെ പ്രസംഗ പാഠവത്തെ സാർ എന്തിനാ തള്ളിക്കളയുന്നത്, അവഗണിക്കുന്നത്? അപ്പൊ സാർ എന്നോട് പറഞ്ഞൊരു കാര്യം, ശ്രീണ വ്യക്തിപരമായിട്ട് ഞാനത് എടുത്തിട്ടില്ല. സാർ വളരെ മൃദുവായിട്ടാണ് സംസാരിക്കുന്നത് എപ്പോഴും. സാർ പറഞ്ഞു, അദ്ദേഹം വേദികളിൽ ചെലവാക്കി കളഞ്ഞ സമയമുണ്ടല്ലോ, അതുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് കുറെ അധികം നല്ല ഗ്രന്ഥങ്ങൾ എഴുതാമായിരുന്നു. അതായിരുന്നു അപ്പൻ സാറിന്റെ നിലപാട്. അല്ലാതെ അദ്ദേഹം പ്രസംഗിക്കുന്നതിനോട് അദ്ദേഹത്തിന് വിഷമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനൊരു സീത് അഴീക്കോട് പറഞ്ഞു, അപ്പൻ എന്നെ വെറുക്കാനൊന്നും പറ്റില്ലെന്നാണ് അഴീക്കോട് മറുപടി പറഞ്ഞത്. അപ്പം സർഗ്ഗലോകത്ത് ഒരാളെ എതിർക്കുമ്പോഴും വ്യക്തിപരമായിട്ട് അയാളുടെ ആദരവ് നിലനിർത്തുന്ന അപൂർവ ലാവണ്യമായിരുന്നു അപ്പൻ സാറിൻ്റെ. ആ സാറിന്റെ കടന്നുവരവിടെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് അമ്മമാര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. രാസുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല ഞാനും അനുജയും അതുപോലെ പ്രജിനും അതുപോലെ ആഷ്മിയും വിജയകുമാറും ഒക്കെ, ഇന്നലെ ആഷ്മിയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, വിജയകുമാറും ഉണ്ടായിരുന്നു. നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം ഈ MDMA എന്ന് പറഞ്ഞൊരു രാസലഹരിയാണ്. പഞ്ചസാര പോലെ ഒരു വെളുത്ത കളറാണ്. ഈ സാധനം 1-2 തവണ ഒരു കുട്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാനസിക നില മാറാൻ തുടങ്ങും. പിന്നെ പെറ്റമ്മയാണോ അച്ഛനാണോ കൺമുന്നിൽ നിൽക്കുന്നത് അവന് മനസ്സിലാകില്ല. അവൻ പള്ളക്ക് കത്തി കയറ്റും, ചിലപ്പം അമ്മയോട് മോശമായിട്ട് പെരുമാറും, അധ്യാപികമാരോട് മോശമായി പെരുമാറും, നമുക്ക് പിടിവിട്ടു പോകും. ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. കേരളത്തിലേക്ക് ഇത് ഒഴുക്കി വിടുന്നവർ സാധാരണക്കാരല്ല, രാജ്യാന്തര ശൃംഖലയിലുള്ള ചില മാഫിയ സംഘങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ പറയുന്നത് ഇത്തരം മാഫിയ സംഘങ്ങൾ കേരളത്തിലേക്ക് കടക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ വാർത്താ മുറിയിൽ ഇരുന്ന് ഇത്തരം ശ്വാസം മുട്ടുന്ന വാർത്തകൾ, നിങ്ങൾക്കറിയുന്ന പോലെ പല വാർത്തകളുടെയും വിശദാംശങ്ങൾ പറയാൻ ഞങ്ങൾക്ക് മടിയാണ്. ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. നമുക്ക് ദുഃഖം വരുമ്പോൾ കരയുകയും തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ വാർത്തകളൊക്കെ വായിച്ചു വിടുമ്പോൾ നമ്മുടെ അമ്മമാരനുഭവിക്കുന്ന വേദനകൾ എന്തായിരിക്കും? ഈ അമ്മമാർക്കാണ് ഇതിൽ ഏറ്റവും കടുത്ത ആശങ്കയുള്ളത്. ഇപ്പോൾ ഓരോ അമ്മയും സ്കൂളിലേക്ക് ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെ അവർക്ക് ആദ്യമാണ്, വല്ലാത്തൊരു അമ്പരപ്പാണ്, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഒരു കാരണവശാലും ഇതിനൊക്കെ പോകില്ല, തറവാട്ടി പറഞ്ഞവരാണ്, നന്നായിട്ട് വളർത്തുന്നുണ്ട്, വളർത്തുദോഷമില്ലാത്ത പിള്ളേരാണ്. അങ്ങനെ ആലോചിക്കുക വേണ്ട. ഏത് കുട്ടിക്കും ഏത് വീട്ടിലും സംഭവിക്കാൻ വരും. അതുകൊണ്ട് വളരെ കഴിഞ്ഞ കുറച്ചധികം കാലമായി വേര് പിടിച്ച ഈ MDMA പോലുള്ള മാരക ലഹരി വസ്തുക്കൾ അതിന്റെ കടയറത്ത് വീഴ്ത്തും. ഏറ്റവും അവസാനത്തെ വിൽപ്പനക്കാരനും ഈ സംസ്ഥാനം വിട്ടു പോകുന്നതുവരെ 24-ഉം ഞാനും എൻ്റെ സംഘവും അതിന്റെ പിന്നാലെ ഉണ്ടാകും. എന്ന് മാത്രവുമല്ല, കൊലക്കത്തി, കൊച്ചു കുഞ്ഞുങ്ങൾ കൊലക്കത്തി കയ്യിലെടുക്കുകയാണ്. നിങ്ങൾ ഓർമ്മിക്കണം, ഈ വഞ്ഞാറമൂടിലെ അവാൻ എന്ന് പറയുന്ന കക്ഷി ഒരു ചുറ്റിക എടുത്ത് 6 പേരെ കൊല്ലാൻ വേണ്ടി അവരുടെ തിരുനെറ്റിയിൽ ആഞ്ഞടിച്ചപ്പോഴും ഒരു നിമിഷം പോലും അവന്റെ മനുഷ്യത്വം പുറത്തേക്ക് വന്നില്ല. 5 പേര് മരിച്ചുപോയി. ആ ഉമ്മ ഇപ്പം ജീവച്ഛവമായിട്ട് കിടക്കുകയാണ്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? എൻ്റെ അടുത്ത് കില്ലർ ജെയ്മി എന്ന് പറഞ്ഞൊരു കൊലപാതകി, എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് കേട്ടോ പുള്ളിക്കാരൻ കൊച്ചിയിലുണ്ട്. 16 കൊലപാതകങ്ങൾ നടത്തുകയും 14 കൊല്ലം സെൻട്രൽ ജയിലിൽ കഴിയുകയും 360 കൊട്ടേഷൻ കേസുകളുള്ള 500 രൂപയ്ക്കൊക്കെ കൈവെട്ടിയിട്ടുള്ള കൊട്ടേഷൻകാരനാണ് ഈ കില്ലർ ജെയ്മിന് പേരിട്ടി തന്നെ. അതുകൊണ്ടാണ് അവൻ തൊട്ടാ ചത്തുപോകും. അവൻ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ 2 പേരെ വെട്ടിക്കൊണ്ട് ഡബിൾ കൊലപാതകത്തിലൂടെയാണ് അവൻ തുടങ്ങിയത്. അപ്പൊ അവനോട് ഞാൻ അവൻ ഈ വെള്ളമൊന്നും അടിക്കാതെ കഞ്ചാവൊന്നും അടിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ ജെയ്മി, നീ ഇത്രയും നല്ല മനുഷ്യനാണ്, നീ എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത്, സാറേ, നല്ല രാസലഹരി ശരീരത്തെ അടിച്ചു കയറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെ ചോര ചിന്താൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരാ കത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ കൊലക്കത്തി എടുത്തിട്ടുള്ള സമയത്തൊക്കെ എനിക്ക് ലഹരി ഉണ്ടായിരുന്നു. കില്ലർ ജെയ്മിയുടെ വാക്കുകളാണത്. അപ്പൊ ജെയ്മി പറയുന്നത്, ജെയ്മിക്ക് ഒരിക്കലും കള്ളം പറയേണ്ട കാര്യമില്ല. കാരണം ഞാനൊരു ദിവസം പാളയത്ത് വെച്ച് ജെയ്മിയെ കണ്ടപ്പോൾ ഞാൻ ഇയാളെ പറഞ്ഞു കുറച്ച് നേരെയാക്കാൻ ശ്രമിച്ചായിരുന്നു. ഞാനൊരു പള്ളിയിൽ അച്ഛനുണ്ട്. അപ്പൊ ജെയ്മിയുടെ അങ്ങോട്ട് പോകുന്ന ചോദിച്ചു, പറഞ്ഞു, ഓ സാറ് പറഞ്ഞു ഈ നാടൊന്നും നേരെയാകത്തൊന്നുമില്ല, ഇപ്പൊ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഒരു 2000 രൂപ വേണം, ഒരു തന്നെ വലത് കൈ എടുക്കാൻ പോകുമെന്ന് പറഞ്ഞു. കൊട്ടേഷൻ എടുത്തിട്ടില്ല. ഞാൻ പിന്നെ അവന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ അറിയാത്ത ഒരുത്തന്റെ വലത് കൈ സംരക്ഷിച്ചു. ഏതോ ഒരുത്തന്നെ കൈയുമായിട്ട് ഇപ്പൊ ഈ സംസ്ഥാനത്ത് കുഴപ്പമില്ല ജീവിക്കുന്നുണ്ട്, അവന് കൈയായിട്ട് തന്നെ ജീവിക്കട്ടെ. അപ്പൊ ഇത് ജെയ്മിയെ പോലെയുള്ള ആളുകൾ പറയുന്ന സാക്ഷ്യപത്രങ്ങളാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ അമ്മമാരും അതുപോലെ രക്ഷകർത്താക്കളും, എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ അന്വേഷിച്ച് പോകുമായിരുന്നു കുട്ടി പഠിക്കുന്നത്, ടീച്ചറൊക്കെ കണ്ട് നമ്മൾ സംസാരിക്കുമായിരുന്നു. അത് നിർത്തിയിട്ട് കുറെ കാലമായി നമ്മൾ അത് തുടങ്ങണം. നിങ്ങളുടെ കുട്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നിങ്ങൾ വിചാരിക്കുമ്പോൾ വഴിയോരത്തൊക്കെ നിന്ന് സ്കൂൾ വരാൻ ചില ആളുകൾ
ചോക്ലേറ്റ് കൊടുത്തിട്ട് മോളെ ഇത് കഴിക്കുമെന്ന് പറയുമ്പോൾ 2-3 തവണ നിർബന്ധിക്കും, ചില കുട്ടി വാങ്ങിച്ച് കഴിച്ചെന്നിരിക്കും. ആ ചോക്ലേറ്റിൽ അവന്മാർ ലഹരി പദാർത്ഥങ്ങൾ കലർത്തും. 3-4 ദിവസമാകുമ്പോൾ ഇവർ ഈ ലഹരിക്ക് ചെറുതായിട്ട് ഇതൊക്കെ അടിക്കാവും. പിന്നെ ഈ ചോക്ലേറ്റ് ഇതിന് അങ്കിളിനെ തിരക്കി ഇവരവിടെ നിൽക്കും. അത് തുടർച്ചയാവുമ്പോൾ വലിയ ലഹരിയിലേക്ക് മുഖം പൊഴുത്തും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായും നമുക്ക് താരപ്പെടുത്താൻ പറ്റില്ല. ഇത്രയും കുടുംബ ബന്ധങ്ങൾ ആഴത്തിൽ വേരോടിയിട്ടുള്ള ഒരു സ്ഥലം. തൊട്ടയലത്തെ ഒരു കുഞ്ഞിരാമൻ ചേട്ടന്റെ മകനും എൻ്റെ മകനെ പോലെയാണെന്ന് ചിന്തിക്കുന്ന അമ്മമാരൊക്കെ ഉള്ളത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയാണ് നമ്മൾ യൂറോപ്യൻ മോഡലിൽ വാതിലൊക്കെ കൊട്ടിയെടുത്ത് കോഡ് കഴിഞ്ഞ ശേഷം പിന്നെ തുറക്കാത്ത വാതിലുമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തുറക്കണം. നമ്മുടെ പുരയിടത്തിന്റെ മതിൽ അവിടെ ഇരിക്കട്ടെ, പക്ഷെ മനസ്സിൽ മതിൽ കെട്ടി ഉയർത്തരുത്. കാര്യം ചിലപ്പം അയലത്തെ ഒരല്ല ചോറുകളായിരുന്നു പറയില്ലേ, അതുപോലെ ചിലപ്പം ഏതെങ്കിലും ഒരു പാതകി ഒരു കൊലക്കത്തിയോട്ട് കയറി വരുമ്പം അയൽവാസിയായിരിക്കും സഹായിക്കാൻ വരിക. അപ്പൊ തീർച്ചയായിട്ടും ഈ നമ്മൾ നടത്തുന്ന ഈ 14 ജില്ലകളിൽ 30 ദിവസങ്ങളായി കടന്നു പോകുന്ന ഈ യാത്ര നമ്മൾ കാസർഗോഡ് അവസാനിപ്പിക്കുമ്പോൾ ഈ 30 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന റെയ്ഡ്, വ്യാപകമായ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട് പോലീസും എക്സൈസും. കൊച്ചിയിലൊക്കെ നിരവധി റെയ്ഡുകൾ നിങ്ങൾ കണ്ടില്ലേ? ഒരു കോളേജിന്റെ ഹോസ്റ്റലൊക്കെ 2 കിലോ കഞ്ചാവ്, അത് വിൽപ്പനക്കാരായിരുന്നു കുട്ടികൾ. അവർ ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കുക, ആലോചിച്ച് നോക്കുക. അപ്പം മുഖ്യമന്ത്രിയുമായിട്ട് ഞാനൊരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നു. മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ട് തന്നെ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഈ വൃത്തികെട്ടവന്മാരെ പിടിച്ചകത്തിടും എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, അങ്ങ് കോവിഡിന് ശേഷം അങ്ങയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങയുടെ കാര്യക്ഷമത പരിശോധിക്കുന്ന ഏറ്റവും വലിയ സംഭവമായിരിക്കും ഈ മയക്കുമരുന്ന്. ഈ മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്തി തകർത്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ അവസാനിക്കൂ. ഞങ്ങളുടെയൊക്കെ എന്റെയും അനുജയുടെയും ഒക്കെ തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ 16 കൊലപാതകങ്ങളൊക്കെ വായിക്കേണ്ടി വരും. ഇടയ്ക്ക് ഞാൻ സ്കോർ ചെയ്തു 3 മണിക്കൂറിനിടയിൽ ഞാൻ 11 കൊലപാതകം വായിച്ചത്. അപ്പം ഞാൻ തന്നെ എണ്ണിക്കൊണ്ടിരിക്കുക, ഇത് 4, 5, 6. അപ്പൊ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഇന്ന് കൊലപാതകങ്ങളൊന്നും നടക്കല്ലേന്നാണ്. പക്ഷെ വ്യാപകമായി മദ്യം പ്രചരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങളും ഇതിനകത്ത് അണിചേരണം. ഇതിൽ നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമ്മൾക്ക് പഴയ കേരളം തിരിച്ചു പിടിക്കണം. ഇപ്പം നമ്മുടെ കൈമോശം വന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും നമ്മുടെ പോലീസ് സേനയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ കേരളത്തിലുള്ളൂ. അത്ര സുസജ്ജമായ ഒരു സൈന്യം നമുക്കുണ്ട്, പോലീസ് സേന, എക്സൈസ് ഉണ്ട്. അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ ചിലപ്പം 48 മണിക്കൂർ കൊണ്ട് അവർ ഇതിന് അവസാനം കണ്ടെത്തി തരും. കാര്യം ഇത് ഉറവിടം കണ്ട് നശിപ്പിക്കുകയും ഇതിനകത്ത് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ തസ്കര വീരന്മാരെ പിടിച്ച് അകത്തിടുകയും ചെയ്താൽ കുട്ടികൾക്ക് ഇത് ലഭ്യമല്ലാതെ വരും. ലഭ്യതയെ പിന്നെ ഇത് എങ്ങനെയാ കഴിക്കുക? അപ്പൊ അതുകൊണ്ട് വീടുകളിലൊന്നും കഞ്ചാവ് ചെടി വളരാനൊന്നും നിങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. വിവരദൂഷികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് കഞ്ചാവ് എന്തോ ആരോഗ്യം പകരുന്നൊരു സാധനമാണ്, നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കും, അത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിനും വാത്സല്യത്തിനും ഒക്കെ നന്ദി. പിന്നീട് ഒരു അവസരത്തിൽ വന്ന് ഈ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നാസറിനോടൊക്കെ സൗകര്യമാകുമ്പോൾ നമ്മൾ വന്ന് ഈ യാത്രയുടെ വിവരങ്ങളൊക്കെ നിങ്ങളോട് പറയാം. ചിലപ്പോൾ ആ രാത്രി നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കാൻ പറ്റിയെന്നില്ല. ഓക്കെ, കാര്യം ഒരുപാട് രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നടക്കുന്നത്. ഓക്കെ, വളരെ സന്തോഷം. നവോദയ ഗ്രന്ഥശാലയിലെ എല്ലാ ആളുകൾക്കും എന്നോട് കാണിച്ച ഈ സ്നേഹത്തിനും എൻ്റെ സഹപ്രവർത്തകരായ അനുജയോടും അതുപോലെ പ്രജനോടും കാണിച്ച സൗഹൃദത്തിനുമൊക്കെ നന്ദി. വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത്, അനുജ 2 വാക്ക് പറയുന്നു. അതിൻ്റെ വാക്ക് പറയും. പ്രജിന്റെ ഏറ്റവും വലിയ ദൗർബല്യം അയാളുടെ സംഗീതം. പ്രജിന് 2 ലൈൻ പാടി അവസാനം. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്, കാരണം മനോഹരമായൊരു ഗ്രാമപ്രദേശമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. നീരാവിൽ നവോദയം ഗ്രന്ഥശാല. അപ്പോൾ നമ്മളുടെ ഈ ഒരു യാത്രയുമായിട്ട് കൂടി ഞാൻ ബന്ധിപ്പിക്കുകയാണ്. കാരണം ഇന്നിപ്പോ വായന മരിക്കുന്നു, പുസ്തകം മരിക്കുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേൾക്കുന്നുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. പുസ്തകവും വായനയും ഒരിക്കലും മരിക്കുന്നില്ല, മരിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് വ്യക്തിപരമായി ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രന്ഥശാല കാണാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് ഈ ലഹരിയുടെ ഈ പിടിയിൽ അമർന്നു പോകുന്ന പുതിയ തലമുറയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യം, അതിൽ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വായന, പുസ്തകങ്ങൾ എന്നുള്ളത്. അപ്പൊ ഈ ഗ്രന്ഥശാല അത്തരത്തിൽ കൂടി സന്ദേശം നൽകുന്നതാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ ഗ്രന്ഥശാലകളിലേക്ക്, ലൈബ്രറികളിലേക്കൊക്കെ തിരികെ എത്തിക്കണം. നമ്മളൊക്കെ ഒരുപാട് വായനയിലൂടെയൊക്കെ വളർന്നു വന്നവരാണ്. അങ്ങനെ ഒരു കാലത്തിലേക്ക് തിരികെ പോകണം. അതുപോലെ കളിസ്ഥലങ്ങൾ ഉണ്ടാകണം. നമ്മൾ മുൻപൊരു കാലത്തൊക്കെ പറമ്പിലും പാടത്തും ഒക്കെ ധാരാളം കുട്ടികൾ കളിക്കുന്നത് കാണാറുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു കാഴ്ച വളരെ വിരളമാണ്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ തിരികെ പോകണം.
അങ്ങനെ ഇനിയിപ്പോ വെക്കേഷൻ കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മളുടെ നാട്ടിൻപുറത്ത് ഒക്കെ നാട്ടിൻപുറത്തെങ്കിലും അത്തരം കാഴ്ചകളൊക്കെ ധാരാളം ഉണ്ടാകട്ടെ. ഈ ഗ്രന്ഥശാല നൽകുന്നത് വളരെ മനോഹരമായ ഒരു സന്ദേശമാണ്. ഇനി SKN കുറിച്ച് പറഞ്ഞാൽ SKN ഞങ്ങൾക്കൊക്കെ മാതൃകയാണ്, ഞങ്ങൾക്കൊക്കെ ഊർജ്ജമാണ്. ഇപ്പൊ SKN ഒരു ഷോ കാണുന്ന ഒരു പ്രേക്ഷകന് ലഭിക്കുന്ന ഊർജ്ജം എന്താണ് എന്നതിപ്പോ നിങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ലഭിക്കുന്ന ഊർജം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്തതാണ്. അതിനപ്പുറത്തേക്കാണ് അദ്ദേഹം നമുക്ക് തരുന്ന ഊർജം. ഈ 40 വർഷം കൊണ്ട് അദ്ദേഹം ദൃശ്യമാധ്യമ മേഖലയിൽ തീർത്ത ഒരു മാതൃകയുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി വാർത്താമാധ്യമ മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ 24 എന്നൊരു ചാനൽ അദ്ദേഹം ആരംഭിക്കുമ്പോൾ അത് കൊണ്ടുവന്ന മാറ്റങ്ങൾ, പിന്നീട് മറ്റ് ചാനലുകൾ അതിന്റെ പിന്നാലെ പോകുന്നതും അതിനെ മാതൃകയാക്കി പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും പ്രസക്തമായൊരു വിഷയം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ വിഷയത്തിലൂടെ ഈ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. SKN പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഉറക്കം വേണ്ട എന്ന് വയ്ക്കുന്നത് ഇനിയുള്ള കാലം നമുക്ക് സുഖമായി ഉറങ്ങുന്നതിന് വേണ്ടിയാണ്, നമുക്ക് നമ്മളുടെ വരും തലമുറയെ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് തന്ന ഈ സ്വീകരണത്തിന് നന്ദി. ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് നിങ്ങൾ, അതിനും ഒരുപാട് നന്ദി. ഈ ലഹരിയുടെ സന്ദേശങ്ങൾ, ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പല വിധത്തിൽ പല ആൾക്കാർ എത്തിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മളും ഒരു ശ്രമത്തിലാണ്, ഒരു വലിയ ശ്രമമാണ്. ആ രീതിയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണ്ട ഒന്നുകൂടിയാണ് ഈ ശ്രമം. എന്തായാലും അതിന് ബദൽ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ലഹരിയുടെ ഈ കണ്ണിയിൽ നിന്നും മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ബദലായി ചെയ്യാൻ കഴിയും എന്നതൊരു വലിയ ചോദ്യമാണ്. അവർക്ക് എന്ത് നൽകാൻ കഴിയും, അവരേതിലേക്ക് പിന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചില മണങ്ങൾക്ക് ചില ഓർമ്മകളുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം വന്ന ഈ ഗ്രന്ഥാലയത്തിനകത്തേക്ക് കയറിയപ്പോൾ കിട്ടിയ മണം എന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപോ പിറകിലേക്ക് നയിച്ചു. അതായത് നമ്മുടെ കുട്ടിക്കാലവും നാട്ടിലുണ്ടായ ലൈബ്രറി, ആ ലൈബ്രറിയിലെ മണം, പുസ്തകങ്ങൾക്കൊരു മണമുണ്ട് അല്ലെ, നമ്മൾക്ക് എല്ലാവരും അറിയാം. ഒരു പുസ്തകം വാങ്ങിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അത് തുറന്നൊന്ന് മണക്കും. പുസ്തകങ്ങൾക്ക് വലിയൊരു മണമുണ്ട്. അത് പഴക്കം ചെല്ലുന്നൊരു മണത്തിന്റെ മണം ഇങ്ങനെ മാറി മാറി വരും. അത് നമ്മുടെ ഒരു വല്ലാത്തൊരു ഓർമ്മയാണ്. കുട്ടികളെ നമുക്ക് വായനയുടെ ലോകത്തേക്ക് മാറ്റാം, അവർക്ക് നല്ല കളിസ്ഥലങ്ങൾ ഒരുക്കാം, അവർ കളിച്ച് മിടുക്കരായി വായിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് വളരട്ടെ. അപ്പൊ അതിന് ഇത്തരം ഗ്രാമീണ കൂട്ടായ്മകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഗ്രന്ഥാലയം അത്തരത്തിൽ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഇനിയും തുടരട്ടെ. അപ്പോ ഇപ്പോ മനസ്സിലേക്ക് വന്ന ഒരു 4 വരി പാട്ടുപാടി നമുക്ക് ഇവിടുന്ന് യാത്രയാണ്. മലയാള ഭാഷതൻ മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി നിൻ പൊളിയില കരമുണ്ടിൽ തെളിയുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നവോദയം ഗ്രന്ഥശാല വനിതാവേദി പ്രസിഡന്റ് ബാദുശേഷ്. എല്ലാവർക്കും നമസ്കാരം. ലഹരിക്കെതിരായിട്ടുള്ള കേരള യാത്രയാണ് നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്. ഈ യാത്രത്തിൽ എത്തിച്ചേരുകയും നമുക്ക് വളരെ നല്ല രീതിയിൽ ലഹരിക്കെതിരായ പ്രഭാഷണം നടത്തുകയും നമ്മളുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഇതിനുവേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിനെയും ടീമംഗങ്ങൾക്കും നവോദയം ഗ്രന്ഥശാലയുടെയും കലാസമിതിയുടെയും വനിതാവേദിയുടെയും ബാലവേദിയുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.